അപ്പം സ്വാഭാവികമായിട്ട് വന്ന് നടന്ന സംഭവത്തിനെ വെച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്തുകൊണ്ട് പക്വതയോടെ ഇന്ന് അന്ന് എന്നോട് പെരുമാറിയില്ല. ഏത് അച്ഛൻ എന്നെ ഇരുത്തിക്കൊണ്ട് മോനെ എന്താ മോനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചില്ല. എന്താ മോനെ പറ്റിയത്? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബാല്യം ആയിരുന്നില്ല ഹൈദർക്ക് ഐലൻഡ്. അങ്ങനെ എന്തുകൊണ്ട് എന്റെ അച്ഛൻ ഒരു രീതിയിൽ പെരുമാറിയില്ല, അതാണ് എന്റെ സങ്കടം. അതിന് പകരം എന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുന്നു, രസഭ്യം ചീത്ത വാക്കുകൾ കൊണ്ട് എന്നെ ഇതാക്കുന്നു. പക്ഷെ സ്നേഹം കൂടുമ്പോഴാണ് അവിടെ ചീത്ത പറയാനും ദേഷ്യപ്പെടാനും ഒരു പേരന്റിന് അത് സത്യമാണ് കേട്ടോ. നിങ്ങൾ വളരെ മോശം പേരന്റാണ്. സ്നേഹം കൂടുമ്പോ ചീത്ത പറയണോ? അല്ല, അത് സ്നേഹത്തിൽ പറയാം. മകനെ എന്താണ് മോനെ മോന്റെ പ്രശ്നം, മോൻ എന്തുകൊണ്ട് പഠിക്കാൻ മകനെന്നൊക്കെ വിളിച്ചിരുന്നു മകൻ ഒരു അറ്റത്ത് മകനെ എന്നൊക്കെ ഉണ്ടായിരുന്നു. ദൂരറ്റത്ത് എന്തിലും വരുമ്പോഴായിരുന്നു. അല്ല, അതൊക്കെ ഇതിന്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാഷ് മോൻ എന്ന് പറയുമ്പോ പുള്ളിയെ തന്നെയല്ലേ വിളിക്കുന്നത്. അതിന്റെ ഒരു ഐറണിയും കൂടെ ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ മനുഷ്യ. നിർത്തിയാട്ടോ, ഞാൻ ഒരു കാര്യം ഇടക്കിടക്ക് വീട്ടിൽ പോയി വിളിച്ചിട്ട് പിന്നിട്ടാ ഞാൻ ഒരു ഇന്റർവ്യൂ എന്നോട് പറഞ്ഞു, എന്നെ അച്ഛൻ വിളിച്ചു രാവിലെ 7:30 മണിക്ക് പറഞ്ഞു ഒന്നിങ്ങോട്ട് ഒരു കാര്യം പറയാനുള്ളത്. അങ്ങനെ ആയിരിക്കില്ല. 7:30 മണിക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഓർക്കാതെ ഞാൻ തിരിച്ചു വിളിച്ചു. എവിടെയാന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ അമ്മയ്ക്ക് സംശയം, ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ മൈക്കുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല, എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നിരുന്നു. അപ്പൊ ഒന്നും പറയാനില്ല, മറ്റേ അവിടുത്തെ സ്ഥലം വിൽക്കുന്ന കാര്യത്തിനാണ് എന്നെ വിളിച്ചത്. സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്ന് സിഗരറ്റ് കൊടുത്തു അച്ഛന്, അതൊന്ന് പേടിപ്പിക്കണമെന്ന് എന്നോട്. അച്ഛനെ ഞാൻ പേടിപ്പിക്കണമെന്ന് അമ്മ എന്നോട് തന്നെ ഒരു ക്യാമറ വെച്ച് ഇന്റർവ്യൂ എടുത്തിട്ടില്ല. ദൈവം സത്യം എടുത്തിട്ടില്ല. വെറുതെ ഇതാണ് ഞാൻ കള്ളം മാത്രമേ പറയുള്ളൂ. ഇപ്പൊ തെളിയിച്ചിരിക്കും ഞാൻ എല്ലാം കള്ളം പറയുന്നത്. അത് അതിന് മുമ്പാണ്. മുന്നേ പോയി